ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ചാരവും ചാണകപ്പൊടിയും കരിയിലകൾ ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കാച്ചിൽ. ഒരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ കാച്ചിൽ കൃഷി ചെയ്യാനായിട്ട് അല്പം വലിയൊരു ചാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു അരഭാഗത്തോളം ഞാൻ കരിയില നിറച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി നമ്മൾ പോട്ടി മിക്സാണ് നിറയ്ക്കാൻ പോകുന്നത്. ലെയർ ബൈ ലെയർ ആയിട്ട് നിറയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ചാണകപ്പൊടിയും ചാരവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കരിയിലയിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ നമുക്കിങ്ങനെ മണ്ണിട്ട് നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി കരിയിലകൾ പിന്നെയും നിറച്ച് കൊടുക്കേണ്ടതാണ്. കരിയില നിറയ്ക്കുന്നതിലൂടെ ഇത് ചെടിക്ക് നല്ല വളമാണ് കിട്ടുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് അഴുകി ചേരുന്നതാണ്. ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കരിയില ഉപയോഗിച്ച് നല്ല മികച്ച രീതിയിൽ തന്നെ കാച്ചിലിനെ വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ലെയറായിട്ട് നമുക്ക് കരിയില പിന്നെ നിറച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ പിന്നെ നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാവുന്നതാണ്. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ കാച്ചിലിനെ ഇതിലോട്ട് നടാനായിട്ട്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കാച്ചിലിൻ്റെ വിത്താണ്. അത് ഇരുന്ന് തന്നെ അതിൽ മുകളവും വേരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേര് വന്ന ഭാഗത്തോടു കൂടി നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം കവർ ചെയ്തൊക്കെ രീതിയിൽ നമുക്കിതിനെ നിറച്ച് കൊടുക്കാം. മണ്ണിട്ടതിൻ്റെ മുകൾ ഭാഗത്തു കൂടി നമുക്ക് കരിയിലകൾ കൊണ്ടൊരു പൊതയിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മഴയുടെ കാലമായതിനാൽ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് നനച്ചു കൊടുക്കണം. ചാക്കിലെ കൃഷി ചെയ്ത് കാരണം ചിലപ്പോൾ മണ്ണെല്ലാം കൊണ്ട് അങ്ങ് ഉറച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മഴയില്ലാത്തപ്പോൾ ഇതിന് നനച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ചാക്കിലെ കൃഷി രീതി ആകുമ്പോൾ നമുക്കിത് വിളവെടുക്കാൻ വളരെ ഈസിയാണ്. ചെടി വളർന്നു വരുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. കാച്ചിലിൻ്റെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പന്തലിൽ കയറ്റി വിടാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ചാക്കിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ മരത്തിൽ പടർന്ന് കയറിക്കോളും. നട്ടൊരു 7 മാസക്കാലം ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാച്ചിലിൻ്റെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കാച്ചിലിൻ്റെ വള്ളികളിലെല്ലാം തന്നെ ചെറു കായ്കൾ പോലെ ചെറിയ കാച്ചിലുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതിനെ നമുക്ക് അവിച്ചെല്ലാം കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കൈവശം കാച്ചിലിൻ്റെ വിത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കാച്ചിലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നട്ടാൽ മാത്രം മതി. വീടിൻ്റെ ഏതെങ്കിലും സ്ഥലമുള്ള ഭാഗത്ത് നമുക്കൊരു ചാക്കിലോ ഗ്രോ ബാഗിലോ ഒന്ന് നട്ടാൽ മാത്രം മതി. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു വിളവ് കിട്ടുക തന്നെ ചെയ്യും. വളരെ ഈസിയാണ് കാച്ചിൽ കൃഷി രീതി. ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മികച്ച രീതിയിലുള്ള കാച്ചിലിൻ്റെ വിളവെടുക്കാൻ സാധിക്കും എന്നതാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ എല്ലാം തന്നെ ഒരു പ്രത്യേകത. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ കാച്ചിൽ കൃഷി എന്ന് പറയുന്നത്. വെറും 2 മിനിറ്റ് മാത്രം മതി നമുക്കിതിൽ ചവറും മണ്ണും ഒക്കെ നിറച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെയും കാച്ചിൽ കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്